ഹായ് ഫ്രണ്ട്സ്, ബയോട്രോണിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഹോം സെക്യൂരിറ്റി സിസ്റ്റമാണ്. നമ്മുടെ ചാനലിന്റെ ആദ്യത്തെ ടെക്നിക്കൽ വീഡിയോ ആണിത്. ഹോം സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അനാവശ്യമായിട്ട് കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അലാറം കിട്ടും. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ അലാമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വീടിന്റെ കോളിംഗ് ബെല്ല് തന്നെയാണ്. പിന്നെ എമർജൻസി ലൈറ്റ്സിലേക്കും ഈ കണക്ഷൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ പ്രോജക്റ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അഡിനോ ബോർഡാണ്. ഈ ബോർഡെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. ഇത് പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് സാധാരണ PC ബോർഡിലൊക്കെ അസംബിൾ ചെയ്ത് ഈ പ്രോജക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി യൂസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ഇത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇനിയുള്ള തുടർന്നുള്ള വീഡിയോസിലൊക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. നമുക്ക് അടുത്ത കമ്പോണൻ്റ് എന്താണെന്ന് പരിചയപ്പെടാം. അപ്പം നിജോ പരിചയപ്പെടുത്തിയ പോലെ അർഡുയിനോ ബോർഡ് എന്ന് പറഞ്ഞാൽ ബ്രെയിനാണ്. അതായത് നമ്മുടെ ഈ സർക്യൂട്ടാണ് ആവശ്യമായിട്ടുള്ള ബ്രെയിൻ. അപ്പം അത് റൺ ചെയ്തിട്ട് അടുത്തൊരു കമ്പോണൻ്റ് എന്ന് പറയുന്നതാണ് റിലേ മോഡ്യൂൾ. ഈ റിലേ മോഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വിച്ച് മോഡ്യൂളാണിത്. അതായത് ഓട്ടോമാറ്റിക് സ്വിച്ച്. അർഡുയിനോ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റണ്ണായിട്ട് നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ച് ഈ സ്വിച്ച് ഓണും ഓഫും ആവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇതാണ് നമ്മൾ കോളിംഗ് ബെല്ലിലേക്ക് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്വിച്ച്. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സ്വിച്ചുകളില്ലേ, ആ സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് ഓണും ഓഫും ആക്കും. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മളൊരു ഇലക്ട്രോണിക് പൾസ്, അതായത് നമ്മളൊരു സിഗ്നൽ വഴി ഈ സ്വിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഓണും ഓഫ് ആക്കാനും പറ്റും. അപ്പോൾ റിലേ മോഡ്യൂൾ കഴിഞ്ഞാൽ അടുത്ത ആവശ്യമായിട്ടുള്ള ഒരു ഡിവൈസാണ് അൾട്രാസോണിക് സെൻസർ. അൾട്രാസോണിക് സെൻസറിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ ഇതിനൊരു ട്രാൻസ്മിറ്ററും ഉണ്ട്, ഒരു റിസീവറും ഉണ്ട്. നമ്മുടെ വവ്വാലിനെ കണ്ടിട്ടില്ലേ, വവ്വാൽ എങ്ങനെയാണ് സെൻസ് ആക്കുന്നത്? അതൊരു അൾട്രാസോണിക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും തിരിച്ച് ഒബ്ജക്റ്റ് തട്ടിയിട്ട് അത് തിരിച്ച് സെൻസ് ആക്കുകയും ചെയ്യണം. അതിൻ്റെ അതേ പ്രവർത്തനം തന്നെയാണ് ഇതും ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സാധാരണ നമ്മുടെ എല്ലാ ഡിവൈസിലും യൂസ് ചെയ്യുന്ന പോലെ ബാറ്ററി, പിന്നെ കുറച്ച് വയേഴ്സാണ്. ഈ വയറിന് ഒരു പ്രത്യേകിച്ച് ജമ്പർ വയർ എന്ന് പറയും. ഈ ജമ്പർ വയർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അൾട്രാസോണിക് സെൻസർ നമ്മൾ അർഡുയിനോ ബോർഡുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ജമ്പർ വയേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് പിന്നെ ആവശ്യമായിട്ടുള്ള സാധനമാണ് സ്വിച്ച്. അപ്പോൾ നമുക്ക് അൾട്രാസോണിക് സെൻസറിൽ എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കണമെന്ന് നോക്കാം. നമുക്ക് കാണാൻ സാധിക്കും അൾട്രാസോണിക് സെൻസറിൽ 4 കണക്ഷൻസ് ഉണ്ട്. VCC, ഗ്രൗണ്ട്, ട്രിഗർ, എക്കോ. ഈ 4ൽ നമ്മൾ ജമ്പർ വയറിൻ്റെ ഫീമെയിൽ എൻഡ് കണക്ട് ചെയ്യണം. നമ്മൾ അൾട്രാസോണിക് സെൻസറിൻ്റെ 4 കണക്ഷനും കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത അൾട്രാസോണിക് സെൻസറിൽ നിന്നുള്ള ജമ്പർ വയറിൻ്റെ മെയിൽ എൻഡ് നമ്മൾ അർഡുയിനോ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ അൾട്രാസോണിക് സെൻസറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രിഗർ എന്ന് പറയുന്ന കണക്ഷനെയും കണക്ട് ചെയ്തിരിക്കുന്ന വയർ അർഡുയിനോ ബോർഡിൻ്റെ ഞയൺ എന്ന പിന്നിൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളത് ഞയൺ എന്ന പിന്നിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് അൾട്രാസോണിക് സെൻസറിൽ എക്കോ എന്ന് പറയുന്ന പിന്നിൽ നമ്മൾ കണക്ട് ചെയ്ത വയർ അർഡുയിനോയുടെ 10 എന്ന പിന്നിൽ കണക്ട് ചെയ്യണം. ആകാശത്ത് നല്ല കോള് കെട്ടിയിട്ടുണ്ട്, മഴ പെയ്ത് തുടങ്ങി. പുറത്ത് നല്ല മഴയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇൻഡോറിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ ബാക്കി കണക്ഷൻസൊക്കെ അമൽ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ബാക്കി കണക്ഷൻ ചെയ്യണം എങ്ങനെ നോക്കാം. ഇത് നമുക്ക് ബാക്കിയായിട്ടുള്ള 2 കണക്ഷൻ എന്ന് പറഞ്ഞാൽ VCC ഗ്രൗണ്ടാണ്. VCC അർഡുയിനോ ബോർഡിൻ്റെ 5 വോൾട്ടിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഗ്രൗണ്ടിലേക്ക്. ഇനി നമുക്ക് റിലേ മൊഡ്യൂളിലേക്കുള്ള കണക്ഷനാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിലേ മൊഡ്യൂളിൽ 6 കണക്ഷൻസ് ഉണ്ട്. ഇതിൽ 4 കണക്ഷൻസാണ് നമുക്ക് ആവശ്യം. നിങ്ങൾക്ക് അർഡുയിനോയിൽ ഏത് സെൻസർ എടുത്താലും അതിലൊരു VCC കാണും, ഗ്രൗണ്ടും കാണും. ഈ VCC എന്ന് പറയുന്ന അർഡുയിനോയുടെ 5 വോൾട്ടിലോട്ട് കൊടുക്കണം. ഗ്രൗണ്ട് അർഡുയിനോയുടെ ഗ്രൗണ്ടിലോട്ടും കൊടുക്കണം. അതുപോലെ ഈ ബാക്കി 4 കണക്ഷൻ, അതിൽ ഇൻ 1, ഇൻ 2, ഇൻ 3, ഇൻ 4 എന്ന് പറയുന്ന 4 കണക്ഷൻസ് ഉണ്ട്. അതിൽ ഇൻ 1 എന്ന് പറയുന്ന റിലേ ഇത്, ഇൻ 2, ഇൻ 3, ഇൻ 4. നമുക്കിപ്പം ബെല്ലിനും ലൈറ്റിനും വേണ്ടി മാത്രമാണ് റിലേയുടെ ആവശ്യമുള്ളത്. അപ്പോൾ ഈ റിലേക്കും വേണ്ടി ഇൻ 1ഉം ഇൻ 2ഉം മാത്രം നമുക്ക് എടുത്താൽ മതിയാവും. ബാക്കി ഇൻ 3, ഇൻ 4 നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. റിലേ മൊഡ്യൂളിലെ VCC അർഡുയിനോയുടെ 5 വോൾട്ടിലോട്ട് കൊടുക്കണം. അർഡുയിനോയ്ക്ക് ഒരു 5 വോൾട്ടേ ഉള്ളൂ. അതിലാണ് നമ്മൾ അൾട്രാസോണിക്കിൻ്റെ VCC കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ അൾട്രാസോണിക്കിൽ നിന്ന് കൊടുത്ത VCC നമ്മൾ കട്ട് ചെയ്യും. റിലേ മൊഡ്യൂളിലെ VCCയിലേക്ക് ജമ്പർ വയറിൻ്റെ ഫീമെയിൽ എൻഡ് കണക്ട് ചെയ്തു. ശേഷം അതിൻ്റെ മറ്റേ എൻഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അർഡുയിനോയുടെ 5 വോൾട്ടിലോട്ട് കൊടുക്കുകയാണ്. അതുപോലെ അൾട്രാസോണിക് സെൻസിൻ്റെ VCC നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഇവിടോട്ട് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ റിലേ മൊഡ്യൂളിൻ്റെ ഗ്രൗണ്ട് അർഡുയിനോയുടെ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യണം. അർഡുയിനോയ്ക്ക് 3 ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അർഡുയിനോയുടെ അടുത്ത ഗ്രൗണ്ടിലേക്ക് ഞാൻ റിലേ മൊഡ്യൂളിൻ്റെ ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇൻ 1ഉം ഇൻ 2ഉം കൊടുക്കാനുണ്ട്. ഇൻ 1ലേക്ക്
ഒരു ജമ്പർ വയർ കൊടുത്തു. ഇൻ 2 ഞാൻ ഒരു ജമ്പർ വയർ കൊടുത്ു. ഇതിൻ്റെ മറ്റേ 2 എൻഡും അർഡിനോയുടെ 4ലും 5ലും നമുക്ക് കണക്ട് ചെയ്യാം. ഓരോ വയർ 4ലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത എൻഡ് 5ലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അർഡിനോയിലോട്ട് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യണം. നമുക്ക് പ്രോഗ്രാമിംഗ് സെക്ഷനിലോട്ട് കിടക്കാം. പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC ആണ്. നമ്മളിപ്പോൾ ഇവിടെ ലാപ്ടോപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ പ്രോഗ്രാം അർഡിനോയ്ക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു കേബിൾ ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മൾ അർഡിനോയുടെ കേബിൾ അർഡിനോയുടെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. അതിൻ്റെ മറ്റേ USB എൻഡ് നമ്മുടെ ലാപ്പിൻ്റെ USB പോർട്ടിലേക്കും കണക്ട് ചെയ്യുക. അർഡിനോ ഓണായിട്ടുണ്ട്. ലാപ്ടോപ്പ് ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഗ്രാം ചെയ്യണം. പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ട്. അർഡിനോ ID എന്നാണ് ആ സോഫ്റ്റ്വെയറിനെ പറയുന്നത്. ഈ സെലക്ട് ചെയ്തിരിക്കുന്നതാണ് ആ സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന അതിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന എല്ലാം നിങ്ങളൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക് സ്പേസ് അടിച്ച് ക്ലിയർ ചെയ്യണം. ശേഷം നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത പ്രോഗ്രാം കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്ത പ്രോഗ്രാം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ബയോട്രോണിക്സിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഞങ്ങൾ ആ ഗ്രൂപ്പ് വഴി ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ പ്രോഗ്രാം നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഇൻ്റർഫേസിലേക്ക് നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി അർഡിനോ ബോർഡ് ഇപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ടൂൾസ് സെലക്ട് ചെയ്യണം. ടൂൾസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം വേണ്ടത് ബോർഡ് സെലക്ട് ചെയ്യണം. ബോർഡ് സെലക്ട് ചെയ്തിട്ട് ടൂൾസിൽ ബോർഡിൽ പോകുമ്പോൾ നമ്മളിൽ ഇരിക്കുന്നത് അർഡിനോ UNO ബോർഡാണ്. അർഡിനോ UNO ബോർഡ് ഇവിടെ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ ടൂൾസിലോട്ട് പോകണം. ടൂൾസിലേക്ക് പോയിട്ട് പോർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് COM3യിലാണ്. അപ്പോൾ COM3യിൽ അർഡിനോ UNO നമ്മുടെ കാട്ടിത്തരും. അവിടെ നിങ്ങൾ പോർട്ട് സെലക്ട് ചെയ്യണം. പോർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഇതാണ്. പോർട്ടും ബോർഡും സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന റൈറ്റിലോട്ടുള്ള ആരോ ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യണം. റൈറ്റിലോട്ടുള്ള ആരോ ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ താഴെയായിട്ട് കമ്പൈലിംഗ് സ്കെച്ച് എന്ന് കാണിക്കും. ഈ കമ്പൈൽ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അപ്ലോഡിങ് തുടങ്ങും. ഇപ്പം പ്രോഗ്രാം അപ്ലോഡ് ആവുകയാണ്. അപ്ലോഡ് ആയി കഴിയുമ്പോൾ ഡൺ അപ്ലോഡിംഗ് എന്ന് കാണിക്കും. ഈ ഡൺ അപ്ലോഡിംഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർഡിനോ ലാപ്പിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാവുന്നതാണ്. അർഡിനോയിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് പവർ കൊടുക്കാനായിട്ട് നമ്മളൊരു 9 വോൾട്ട് ബാറ്ററി എടുത്തിട്ടുണ്ട്. ഈ 9 വോൾട്ട് ബാറ്ററിയിൽ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്യണം. ശേഷം നമ്മൾ അർഡിനോയിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു ജാക്ക് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നു. ഈ ജാക്കിൻ്റെ നെഗറ്റീവിലേക്ക് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്യണം. ശേഷം ജാക്കിൻ്റെ പോസിറ്റീവും ബാറ്ററിയുടെ പോസിറ്റീവ് ഇനി ബാക്കിയുണ്ട്. അവിടെ നമുക്കൊരു ഓൺ ഓഫ് സ്വിച്ച് കണക്ട് ചെയ്യണം. ഇതാണ് ഓൺ ഓഫ് സ്വിച്ച്. ഈ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഒരു കണക്ഷൻ നമ്മൾ ബാറ്ററിയിലേക്കും അടുത്ത കണക്ഷൻ നമ്മൾ ജാക്കിലേക്കും കണക്ട് ചെയ്യണം. ഇനി ഇതെല്ലാം നമ്മൾ ഇൻസുലേഷൻ ചെയ്യണം. അതിനു മുമ്പ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അർഡിനോയുടെ ഈ പോർട്ടിലേക്കാണ് നമ്മൾ ജാക്ക് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജാക്ക് കണക്ട് ചെയ്തപ്പോൾ അർഡിനോ ഓണായി. ലൈറ്റ് കത്തിയിട്ടുണ്ട്. അർഡിനോ ഓണായി. ഇനി നമുക്ക് നോക്കാൻ വേണ്ടത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അർഡിനോ ഓഫ് ആവും. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അർഡിനോ ഓൺ ആവും. അപ്പോൾ നമ്മൾ സർക്യൂട്ട് എല്ലാം കൂടെ ഒരു ബോക്സിൻ്റെ താക്കി എടുത്തിട്ടുണ്ട്. അൾട്രാസോണിക് സെൻസർ പുറത്ത് പറഞ്ഞ രീതിയിൽ ഒരു താക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിലേ മൊഡ്യൂള് ലൈറ്റിൻ്റെ സ്വിച്ചിലും ബെല്ലിൻ്റെ സ്വിച്ചിലോട്ടും കണക്ട് ചെയ്യണം. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റിലേ മോഡ്യൂളിൽ 2 വയറും കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് പറഞ്ഞാൽ 2 കണക്ഷനും കൂടെ നമ്മൾ സ്വിച്ചിൻ്റെ കണക്ഷനിലേക്ക് കൊടുക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ബെല്ലിൻ്റെ സ്വിച്ച്. ഇത് നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ച്. നമുക്കിത് തുറന്നിട്ട് ഇതിനകത്ത് നമ്മുടെ റിലേ മൊഡ്യൂൾ കണക്ട് ചെയ്യണം. ഇത് തുറന്നതിന് ശേഷം നമുക്കത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ച്. ഇത് നമ്മുടെ ബെല്ലിൻ്റെ സ്വിച്ചാണ്. ഇത് നമ്മൾ അവിടെ നിന്ന് വരുന്ന ഒരു റിലേയുടെ 2 കണക്ഷൻ ഇതിലും കൊടുക്കും. അടുത്ത റിലേയുടെ 2 കണക്ഷൻ ഇതിലും കൊടുക്കും. കണക്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ബെല്ലിൽ നിന്ന് ലൈറ്റിൽ നിന്ന് നമ്മൾ 2 വയർ എടുത്ത് നേരെ വന്ന് നമ്മുടെ ഇവിടെയായിട്ട് നമ്മൾ ചെയ്ത ഡിവൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൂടെ ആരെങ്കിലും അകത്തോട്ട് കയറാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെല്ലും ലൈറ്റ് ഓണാവും. ബെല്ലും ലൈറ്റും ഓണായി കഴിഞ്ഞാൽ 20 സെക്കൻഡോളം തുടർച്ചയായിട്ട് ബെല്ലും ലൈറ്റും കേട്ടോണ്ടിരിക്കുന്ന രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിത് വേറെ ഒരു ഡെമോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹിഡൻ ആയിട്ടാണ് അതെല്ലാം സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നിങ്ങൾക്കൊരു ഡെമോ കാണിക്കാനാണ് ഇതിപ്പോൾ സൈഡിൽ ചുമ്മാ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഡെമോ കാണിക്കുകയാണ്. അമൽ ഇപ്പം വീട്ടിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ്.
നിങ്ങൾക്ക് കാണാൻ ലൈറ്റ് കത്തി. ഇനി നമുക്ക് ബെല്ല് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കാം. ബെല്ലും കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. ഏകദേശം 20 സെക്കൻഡോളം ഇത് കേട്ടുകൊണ്ടിരിക്കും. 20 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ബെല്ലും ഓഫും ലൈറ്റും അണയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണുമല്ലേ, പകലാരെങ്കിലും വന്ന് ഇത് അലാറം അടിക്കത്തില്ലെന്ന്. അതിനാണ് നമ്മളിവിടെ ഒരു ഡിവൈസ് സ്വിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഓണാക്കിയാൽ മാത്രമേ ഡിവൈസ് ഓൺ ആകത്തുള്ളൂ, അപ്പോൾ മാത്രമേ ലൈറ്റ് കത്തത്തുള്ളൂ. അപ്പോൾ പകൽ സമയത്ത് നമ്മളിതെല്ലാം ഓഫ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അതിനെന്താണ്ട് ഇത് ഓഫ് ചെയ്താൽ പിന്നെ വർക്കാക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത്. ഇതിലെന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മുന്നോട്ടുള്ള വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ ദിസ് സൈനിങ് ഔട്ട്, അമല നിജോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. താങ്ക് യു. ഈ ജാക്ക് നമ്മൾ അർഡുയിനോയുടെ ഈ പിന്നിലോട്ട് കണക്ട് ചെയ്യും. ഈ പിന്നിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ അർഡുയിനോ ഓൺ ആയില്ല.